നമസ്കാരം. ഇന്നും എമ്പുരാന്റെ ലോക്ക് തുറന്നു. 2 ക്യാരക്ടേഴ്സ് റിവീലായി. കിഷോറും കാർത്തിക്കും. അതായത് അതിലൊരാൾ സൈദിൻ്റെ കുട്ടിക്കാലം അഭിനയിക്കുന്ന ഒരാൾ, പിന്നെ IB ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത്. വണ്ടർഫുൾ കാസ്റ്റിംഗ്, സൂപ്പർ ക്യാരക്ടേഴ്സ് എന്ന് പോലെ അത് ആപ്റ്റായ ക്യാരക്ടേഴ്സിനും കൂടിയാണ് പൃഥ്വിരാജ് തൻ്റെ സിനിമയിലേക്ക് എടുത്തിരിക്കുന്നത്. ഇവർ രണ്ടുപേർക്കും കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർ ബ്രില്യൻസ്. ഇത്രയും ദിവസം ക്യാരക്ടേഴ്സ് വന്ന എല്ലാ ആക്ടേഴ്സും പറഞ്ഞതുപോലെ തന്നെ ഒരാൾ ആദ്യമായിട്ടാണ് ഇതിൽ കുട്ടിക്കാലം അഭിനയിക്കുന്ന ആൾ നമ്മൾ മലയാള സിനിമയിലേക്ക് അഭിനയിച്ച് വരുന്നത്. അപ്പം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ്റെ 2.5 വർഷം അല്ലെങ്കിൽ 2-3 വർഷത്തെ മനസ്സിൽ ചിത്രീകരിച്ച ഒരു സിനിമ, ആ ഒരു ഡ്രീം റിയലായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പം എത്രത്തോളം പെർഫെക്റ്റ് ആക്കാമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ ക്യാരക്ടർ റിവീലിങ് കഴിഞ്ഞ്. എനിക്കിത് പെട്ടെന്ന് ക്യാരക്ടേഴ്സിൻ്റെ റിവീലായി നമ്മുടെ മുമ്പിലോട്ട് വന്നു. ഇനി ഒരു 1 വീക്ക് ഈ ലാസ്റ്റ് ഫെബ്രുവരിയിലെ ലാസ്റ്റ് സാറ്റർഡേ ആണ്. ഇനിയൊരു 5 to 6 ഡേയ്സേ ഉള്ളൂ. ഈ 6 ഡേയ്സ് കൊണ്ട് നമുക്ക് എമ്പുരാൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിനെയും നമ്മുടെ മുമ്പിൽ റിവീൽ ചെയ്ത് തരും. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് അവർ പറയുന്നത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സിനിമയെന്നാണ് പറയുന്നത്. മോളിവുഡിൽ പിറക്കാൻ പോകുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ, ലാലേട്ടൻ്റെ ചിത്രമായ, അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന ആ ഡയറക്ടർ സ്വപ്ന ചിത്രമായ എമ്പുരാൻ മാർച്ച് 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് വരികയാണ്. ഇപ്പം കണ്ടത് ഇനി കാണാനിരിക്കുന്ന ക്യാരക്ടേഴ്സും കൂടി ചേർത്ത് വരുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രം. മോളിവുഡ് എന്താണെന്ന് പറയാൻ എമ്പുരാൻ എന്നൊരു ചിത്രം കാണിച്ചാൽ മതി. മോളിവുഡിൻ്റെ ബ്രില്യൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് എന്ന ഡയറക്ടറിൻ്റെ പേര് മാത്രം മതി എന്ന് പറയുന്ന രീതിയിൽ ഉയരുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ് നമ്മുടെ മുമ്പിലോട്ട് വരുന്നത് എന്ന് മാത്രമേ നമുക്കറിയാവൂ. എന്തായാലും ഈ ടീമിന് എല്ലാവിധ ആശംസകളും. ബാക്കി അപ്ഡേഷൻസും കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ആ ചിത്രം കാണാനുള്ള ഒരു ടെൻഡൻസിയിലാണ് പലരും. എങ്ങനെയെങ്കിലും ആ ചിത്രം ഒന്ന് കണ്ടാൽ മതി എന്ന് തോന്നും. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സ് റിവീൽ ചെയ്ത് വരുമ്പോഴേ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതിൽ സേദിന കുട്ടിക്കാലം അഭിനയിക്കുന്ന ആളെ കണ്ടപ്പോൾ മനസ്സിലെന്തൊരു വല്ലാത്തൊരു ഫീലിംഗ് തോന്നും. ആളുടെ അമ്മയായിട്ട് വരുന്നൊരു ക്യാരക്ടർ വന്നു, കുട്ടിക്കാലം കാണിക്കുന്ന ആളെ വന്നു. ഇപ്പോഴേ മനസ്സിന് ഒരു ഇമോഷണൽ ആയി പോകുന്നു ചിത്രത്തെക്കുറിച്ച് ഓർത്ത്. എന്തായാലും വൻപിച്ച ചിത്രത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം.